നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. സെലക്ടഡ് തീംസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് മിഡീവൽ വേൾഡ് എന്ന പേപ്പറിലെ തേർഡ് ബ്ലോക്കിലെ തേർഡ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ യൂണിറ്റിന്റെ പേര് അബ്രാമിക് റിലീജിയൻസ് കോൺഫ്ലിക്ട്സ് ആൻഡ് റെസൊല്യൂഷൻസ് എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് ക്രൂസൈഡ്സും അതിന്റെ എഫക്റ്റുകളെ കുറിച്ചൊക്കെയാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. സോ എന്താണ് ക്രൂസൈഡ്സ് അഥവാ കുരിശ് യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കുരിശ് യുദ്ധത്തിന്റെ ഒരു പീരീഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹിസ്റ്ററിയിൽ ഓർത്തിരിക്കുക. ഒരു വളരെ ദീർഘകാലത്തേക്ക് നടന്നിട്ടുള്ള യുദ്ധ പരമ്പരയാണ് നമ്മൾ ക്രൂസൈഡ്സ് അഥവാ കുരിശ് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ 1095 മുതൽ 1291 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ ക്രൂസൈഡ്സ് നടക്കുന്നത്. ഈ പീരീഡ് ഒന്ന് പഠിച്ചു വെക്കണം, ഓർത്തു വെക്കണം. യൂറോപ്യൻ ക്രൈസ്തവരും അതുപോലെ തന്നെ പടിഞ്ഞാറൻ ഏഷ്യയിലെ മുസ്ലിം ഭരണാധികാരികളും തമ്മിൽ നടന്നിട്ടുള്ള ഐതിഹാസികമായിട്ടുള്ള യുദ്ധ പരമ്പരകളെയാണ് ക്രൂസൈഡ്സ് എന്ന് ചരിത്രം അടയാളപ്പെടുത്തുന്നത്. അപ്പൊ ഇതൊരു മത പോരുകളാണ് അല്ലെ, ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും തമ്മിലുള്ള പോരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ ക്രൈസ്തവരുടെ വിശുദ്ധ സ്ഥലമായിട്ടുള്ള ജെറുസലേം മുസ്ലിങ്ങളിൽ നിന്ന് തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം ഏതായിരുന്നു ഇതിന്റെ മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ജെറുസലേമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ജെറുസലേം ക്രിസ്ത്യാനികൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അതുപോലെ മുസ്ലിങ്ങളുടെ മസ്ജിദുൽ അഖ്സ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്ഥലമാണ്. ജൂതന്മാർക്കും ഇതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ ഇത് തന്നെയാണ് പശ്ചിമേഷ്യയിലെ ഇന്നും നിലനിൽക്കുന്ന പശ്ചിമേഷ്യ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ ഒരു കാതൽ എന്ന് പറയുന്നത്. സോ ഇവിടെ പിന്നീട് വന്നിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഡെവലപ്മെന്റുകളിലൊക്കെ അങ്ങ് വേറെയാണ്, അതൊക്കെ മാറ്റിവെക്കാം. വാട്ട് എവർ, നമുക്ക് ഈ ഒരു ക്രൂസൈഡ്സിന്റെ കാരണം എന്ന് പറയുന്നത് നിലവിൽ മുസ്ലിങ്ങളുടെ കയ്യിലായിരുന്ന ഈ ജെറൂസലേമിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യാനികള് നടത്തിയ ക്രിസ്തീയ ഭരണാധികാരികൾ നടത്തിയിട്ടുള്ള ശ്രമങ്ങളാണ്, അല്ലെങ്കിൽ യുദ്ധ പരമ്പരയാണ് കുരിശ് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ലത്തീൻ കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിലും പിന്തുണയിലും ഒക്കെ ആയിട്ട് വളരെ ആസൂത്രിതമായിട്ട് വന്ന ഒരു യുദ്ധ പരമ്പര തന്നെയാണ് കുരിശ് യുദ്ധങ്ങൾ. അപ്പൊ ഇതില് ഏറ്റവും പ്രസിദ്ധമായത് 1095 മുതൽ 1291 വരെ നീണ്ടു നിന്നിട്ടുള്ള ജെറുസലേം തിരിച്ചു പിടിക്കാനുള്ള യുദ്ധ പരമ്പരയാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ അതിന് ശേഷവും വരുന്നുണ്ട്, പക്ഷെ അതൊന്നും വേണ്ട രീതിയിൽ ചരിത്രം അത്ര പ്രാധാന്യത്തോടു കൂടി അടയാളപ്പെടുത്തുന്നവയല്ല. ഓക്കെ, ഇനി മുസ്ലിം സാമ്രാജ്യങ്ങൾക്ക് എതിരിലും അല്ലെങ്കിൽ അവിശ്വാസികളായിട്ടുള്ള ജനതകൾക്കും ഒക്കെ എതിരെയാണ് ഈ ഒരു ക്രൂസൈഡ്സ് നടന്നിട്ടുള്ളത്, കുരിശ് യുദ്ധങ്ങൾ നടന്നിട്ടുള്ളത്. പലപ്പോഴും മാർപ്പാപ്പയുടെ അംഗീകാരത്തോടു കൂടി നടത്തപ്പെട്ടിട്ടുള്ളവ തന്നെയായിരുന്നു ഇവ. ഇനി ഇവിടെ പാഗാൻ ജനതകള്, അതുപോലെ യൂറോപ്യൻ പ്രദേശം, റോം, ജെറുസലേം തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ തന്നെ കീഴടക്കിയ തുർക്കികൾക്കും എതിരെയുള്ള ഒരു സമരമായിട്ട് നമുക്കിത് കണക്കാക്കാം. നമുക്കറിയാം, ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന പ്രദേശം അല്ലെ, ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റലാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. അപ്പൊ ഈ കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ കീഴടക്കി. ഇത് കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ കീഴടക്കുന്നത് 1453 ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇയർ ആണ്. ചരിത്രത്തെ ആധുനികവും മധ്യകാല ചരിത്രം എന്ന് രണ്ടായി തിരിക്കുന്നത് തന്നെ ഈ ഒരു പെർട്ടിക്കുലർ പീരീഡിനെ അല്ലെങ്കിൽ പെർട്ടിക്കുലർ സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പൊ നമുക്കറിയാം, ഇവിടെ തുർക്കികളുടെ പേരാണ് പരാമർശിക്കപ്പെടുന്നത് അല്ലെ. അപ്പൊ ഈ തുർക്കികളോട് നിതാന്തമായിട്ടുള്ള ശത്രുത ഈ ഒരു വിഭാഗത്തിന് ഉണ്ട്, അതായത് ക്രിസ്ത്യാനികൾക്ക് ഉണ്ട്. അപ്പോൾ ഇത് ജെറുസലേം പിടിച്ചടക്കാൻ മുസ്ലിങ്ങൾക്കെതിരെ നടന്ന ഒരു യുദ്ധമാണ്. ഏറ്റവും മുഖ്യ ലക്ഷ്യം അതാണ്. എങ്കിൽ പോലും അവിശ്വാസികൾക്ക് നേരെ, അതായത് ക്രിസ്ത്യാനികൾ അല്ലാത്ത മറ്റു വിഭാഗങ്ങൾക്ക് നേരെയുള്ള പോരാട്ടങ്ങൾ ഇതിൽ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തുർക്കികൾക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളും ഇതിൽ നടന്നിട്ടുണ്ട്. അപ്പൊ അത് കോമൺ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 1-2 പോയിന്റ്സ് ആണ്, ശ്രദ്ധിക്കുക. ഇനി ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, ജെറുസലേം ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും ജൂതന്മാർക്കും വിശുദ്ധമാക്കപ്പെട്ട നഗരമാണ്. അപ്പൊ മുസ്ലിങ്ങള് ഈ ഒരു വിശുദ്ധ ഭൂമി പിടിച്ചെടുത്തോട് കൂടിയിട്ട് ക്രൈസ്തവർക്ക് അങ്ങോട്ടേക്കുള്ള തീർത്ഥാടനം ബുദ്ധിമുട്ടായി വന്നു. ആ പ്രദേശത്തേക്ക് തീർത്ഥാടനം ചെയ്യാൻ അവർക്ക് പ്രയാസം നേരിട്ടു. അപ്പൊ ഈ സമയത്ത് പോപ്പ് ഏർബൻ II, പോപ്പ് ഏർബൻ രണ്ടാമനാണ് 1095 ക്രൈസ്തവരെ
ഇതിനെതിരെ ആഹ്വാനം ചെയ്തു. അദ്ദേഹം ക്രിസ്തുമത വിശ്വാസികളെയൊക്കെ വിളിച്ചു ചേർത്ത് ഇങ്ങനെ ഒരു നമ്മുടെ ഒരു പരിപാവനമായ ഒരു വിശ്വാസത്തിന് വിഘാതം അല്ലെങ്കിൽ തീർത്ഥാടനത്തിന് വിഘാതം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും ഈ മുസ്ലിങ്ങളിൽ നിന്ന് ഈ പ്രദേശം തിരിച്ചു പിടിക്കണമെന്നും അദ്ദേഹത്തിന്റെ അനുയായികളോട് urban സെക്കൻഡ് ആവശ്യപ്പെടുകയാണ്. അപ്പൊ ഇത് ഒരു മതപരമായിട്ട് വലിയൊരു ഉത്സാഹം അല്ലെ, അവർക്ക് എന്തൊക്കെയോ ചെയ്യാനുള്ള ഒരു ആവേശം ഈ കാലഘട്ടത്തിലെ അണികൾക്ക് ലഭിച്ചു. അതുപോലെ ഇത് പലർക്കും പല രീതിയിലാണ്. കുരിശ് യുദ്ധം എന്ന് പറഞ്ഞാല് ചരിത്രത്തിന് ദൂരവ്യാപകമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയ യുദ്ധങ്ങളിൽ ഒന്നാണ് കുരിശ് യുദ്ധം. അതിന്റെ സ്വാധീനം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഈസ്റ്റും വെസ്റ്റും തമ്മിൽ സമന്വയം പോലും ഉണ്ടായതിന് ഈ കുരിശ് യുദ്ധങ്ങൾ കാരണമായിട്ടുണ്ട്. സോ ഈ യുദ്ധത്തെ പലരും പല രീതിയിലാണ് സ്വീകരിച്ചത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസ സംരക്ഷണത്തിന്റെ ഭാഗമായിരുന്നു. ഇനി രാഷ്ട്രീയ അധികാര മോഹങ്ങളായിരുന്നു അന്നത്തെ ഭരണാധികാരികൾക്കുണ്ടായിരുന്നത്. സാമ്പത്തിക നേട്ടങ്ങളും ചില യൂറോപ്യൻ വ്യവസായികള് ഇതിലെ സാമ്പത്തിക നേട്ടങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിച്ചിരുന്നു. ചുരുക്കത്തില് ഈ ക്രുസൈഡ്സിനെ പല വിഭാഗത്തിൽപ്പെട്ട ആളുകള് പല രീതിയിലാണ് സ്വാഗതം ചെയ്തതെന്ന് കൂടി ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഇതിൽ പ്രധാനപ്പെട്ട കുരിശ് യുദ്ധങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാം കുരിശ് യുദ്ധം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുരിശ് യുദ്ധം 1096 സ്റ്റാർട്ട് ചെയ്തു. 1099 വരെയുള്ള ദീർഘമായ ഒരു പീരീഡിലാണ് ഒന്നാം കുരിശ് യുദ്ധം നടക്കുന്നത്. ഇതിൽ ഇതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാല് ക്രൈസ്തവര് ജെറുസലേം പിടിച്ചടക്കി. ഓക്കെ, ഒന്നാമത്തെ കുരിശ് യുദ്ധത്തില് 1096 മുതൽ 1099 വരെ നടന്ന ഈ ഒരു ഒന്നാം കുരിശ് യുദ്ധത്തില് ക്രൈസ്തവര് ജെറുസലേം പിടിച്ചടക്കി. ഇനി ഇവര് ക്രിസ്ത്യാനികൾ അത് അടക്കിയതിനു ശേഷം ലാറ്റിൻ കിങ്ഡം ഓഫ് ജെറുസലേം എന്ന് പുനർനാമകരണം ചെയ്തിട്ട് അങ്ങനെ ഒരു പുതിയ കിങ്ഡം അവിടെ, അല്ലെങ്കിൽ ഒരു പുതിയ രാഷ്ട്രീയ ഏകകം അവിടെ സൃഷ്ടിച്ചു. ഇനി രണ്ടാം കുരിശുദ്ധം നടക്കുന്നത് 1147 മുതൽ 1149 വരെയുള്ള 2 വർഷക്കാലത്തേക്കാണ്. പിന്നീട് രണ്ടാം കുരിശുദ്ധം നടക്കുന്നത്. ഇത് മുസ്ലിം നേതാവ് സലാഹുദ്ദീൻ, അദ്ദേഹത്തെയാണ് നമ്മൾ സാലഡീൻ എന്നൊക്കെ ചരിത്രത്തില് കാണപ്പെടുന്നുണ്ട്. സലാഹുദ്ദീൻ അല്ലെങ്കിൽ സാലഡീൻ, ഇദ്ദേഹം വളരെ ശക്തനായിട്ട് ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരു ഭരണാധികാരിയാണ്. സോ ഇദ്ദേഹം ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്തു. അതോടുകൂടി ക്രിസ്ത്യാനികൾ പരാജയപ്പെട്ടു. ഈ ജെറുസലേം വീണ്ടും മുസ്ലിങ്ങളുടെ കയ്യിലായി. ഇനി മൂന്നാം കുരിശുദ്ധം 1189 മുതൽ 1192 വരെയുള്ള കാലഘട്ടത്തില് നടക്കുന്നതാണ് മൂന്നാം കുരിശുയുദ്ധം. അപ്പൊ ഇതില് യൂറോപ്യൻ രാജാക്കന്മാരൊക്കെ തന്നെ ഈ മൂന്നാം കുരിശുയുദ്ധം വളരെ സജീവമായിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു. ഇതില് യൂറോപ്യൻ രാജാക്കന്മാരൊക്കെ പങ്കെടുത്തു. അപ്പൊ ആരൊക്കെയാണ് പങ്കെടുത്തതെന്ന് നോക്കാം. റിച്ചാർഡ് ദ ലയൺ ഹാർട്ട്, ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയാണ്. ദ ലയൺ ഹാർട്ട് അല്ലെ, ഓർത്തിരിക്കാൻ എളുപ്പമുള്ള പേരാണ്. സിംഹത്തിന്റെ ഹൃദയമാണെന്ന് ഓർത്തിരുന്നാൽ മതി. ദെൻ ഫിലിപ്പ് സെക്കൻഡ് ഓഫ് ഫ്രാൻസിലെ ഫിലിപ്പ് സെക്കൻഡ്. അതുപോലെ ഫ്രെഡറിക് ബർബോസ, ജർമ്മനിയിലെ ഭരണാധികാരിയാണ് ഫ്രെഡറിക് ബർബോസ. അപ്പൊ ഇവരെല്ലാവരും അണിനിരുന്ന ഒരു യുദ്ധമായിരുന്നു. ഇപ്പൊ സലാഹുദ്ദീൻ ജെറുസലേം കൈവശം വെച്ചെങ്കിലും ക്രൈസ്തവർക്ക് തീർത്ഥാടനം ചെയ്യാൻ ഈ ഒരു കാലഘട്ടത്തിൽ അനുമതി കൊടുത്തു. പ്രശ്നമൊന്നുമില്ല. അത് ക്രിസ്ത്യാനികളുടെയും തീർത്ഥ സ്ഥലമായിട്ട് അംഗീകരിക്കപ്പെട്ടു. അവർക്കും അങ്ങോട്ടേക്ക് തീർത്ഥാടനം നടത്താനുള്ള വിലക്കുകളൊക്കെ ഒഴിവായി. ഇനി നാലാമത്തെ കുരിശുയുദ്ധം 1202 മുതൽ 1204 വരെയുള്ള കാലഘട്ടത്തിലാണ് നാലാം കുരിശുയുദ്ധം നടക്കുന്നത്. അപ്പൊ ജെറുസലേം ലക്ഷ്യമാക്കിയെങ്കിലും കുരിശ് യുദ്ധത്തിന്റെ അണികള് അവരെന്താ ചെയ്തത്? കോൺസ്റ്റാന്റിനോപ്പിൾ, ബൈസാന്റൈൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള കോൺസ്റ്റാന്റിനോപ്പിൾ ആണ് അറ്റാക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലോ, തുർക്കികളെയാണ് അവര് ലക്ഷ്യം വെച്ചത്. അപ്പൊ ജെറുസലേം മാത്രമല്ല അവരുടെ ലക്ഷ്യം, തുർക്കികളെയാണ് അവര് ലക്ഷ്യം വെച്ചത്. ഇതോടുകൂടി ഇതിന്റെ മത ലക്ഷ്യം മാറി അല്ലെ, മതപരമായിട്ടുള്ള ലക്ഷ്യത്തിൽ നിന്ന് ഈ കുരിശ് യുദ്ധം വ്യതിചലിച്ചു. ഇതുവരെ എന്താ പറഞ്ഞത്? ഇതുവരെ ജെറുസലേം ആയിരുന്നു ലക്ഷ്യം, എന്ന് വെച്ചാല് വിശ്വാസ സംരക്ഷണമായിരുന്നു ലക്ഷ്യം. ഇപ്പോ ഇത് മാറിയിട്ട്, ലക്ഷ്യം മാറിയിട്ട് അവരെങ്ങോട്ടാ തിരിഞ്ഞത്? തുർക്കിയിലേക്കാണ് തിരിഞ്ഞത് അല്ലെ. കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കുക എന്നൊക്കെയുള്ളതാണ് ലക്ഷ്യം. അപ്പൊ വിശ്വാസം അല്ലെങ്കിൽ മതപരമായ ലക്ഷ്യങ്ങൾ മാറിയിട്ട് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ട കുരിശ് യുദ്ധത്തില് വന്നു. ഇതിനെ തുടർന്ന് ചില ചെറു കുരിശ് യുദ്ധങ്ങളൊക്കെ നടന്നു. 1291 വരെ മുസ്ലിങ്ങൾ ജെറുസലേം നിലനിർത്തി. അപ്പോ ഇതാണ് കുരിശ് യുദ്ധങ്ങളെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതിന്റെ ഫലങ്ങൾ എന്താണെന്ന് നോക്കാം. യൂറോപ്പില് മതപരമായിട്ടുള്ള ഒരു ഉത്സാഹത്തെ കുറയ്ക്കാനാണ്
ഈ കുരിശു യുദ്ധങ്ങൾ സഹായിച്ചിട്ടുള്ളത്. എന്നാൽ വ്യാപാരവും സാംസ്കാരിക ഇടപെടലും ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വന്നു. യൂറോപ്പ് പൂർവ്വദേശ പ്രദേശങ്ങളുമായിട്ട് വ്യാപാരം സജീവമായി. ആളുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്ന് പരസ്പരം കാണുകയും ഇടകലരുകയൊക്കെ ചെയ്യാനുള്ള അവസരങ്ങളായിരുന്നു കുരിശുയുദ്ധം ഉണ്ടാക്കിയത്. അപ്പൊ അത് കച്ചവടത്തെയും സാംസ്കാരിക വിനിമയത്തെയൊക്കെയാണ് സ്വാധീനിച്ചത്. ദെൻ ഈ ഒരു ഫ്യൂഡൽ സിസ്റ്റം ക്ഷയിച്ചു. സാമന്ത വ്യവസ്ഥ പാടെ ക്ഷയിച്ചു പോയതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് ഫ്യൂഡലിസത്തെ പറയാറുണ്ട്. മാത്രമല്ല ഈ നേഷൻ സ്റ്റേറ്റ്, അതായത് ദേശരാഷ്ട്രങ്ങൾ വളർന്നു വന്നു. ദേശരാഷ്ട്രങ്ങൾ കൂടുതലായിട്ട് ഉടലെടുത്തു. ഇനി അറബ് സംസ്കാരവും ശാസ്ത്രവും ഗണിതവും മെഡിസിനും ഒക്കെ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതൊക്കെ ഇങ്ങനെ അതിന്റെ അഭ്യുന്നതിയിൽ എത്തി നിൽക്കുന്ന ഒരു പീരീഡ് ആണ് അല്ലെ. അപ്പൊ ഇതൊക്കെ യൂറോപ്പിലേക്ക് പ്രവേശിച്ചു. ഈ കുരിശു യുദ്ധം വഴിയാണ് അറബ് ലോകത്തിന്റെ ആ ഒരു, നമ്മൾ ദമാസ്കസിനെ ബാഗ്ദാദിനെയൊക്കെ അവിടത്തെയൊക്കെ വിസ്ഡം, അതിന്റെ ഉയർച്ചയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇതൊക്കെ എങ്ങോട്ട് എത്തി? യൂറോപ്പിലേക്ക് എത്തി. അപ്പൊ ഈ ഒരു സാംസ്കാരിക വിനിമയോ അറിവിന്റെ വിനിമയോ ഒക്കെ ഈ ഒരു കാലഘട്ടത്തിൽ നടന്നു. ഇനി റിനൈസൻസ് എന്ന നവോത്ഥാന വിപ്ലവത്തിന് ഇത് വഴിയൊരുങ്ങി. 1195 1291 കാലഘട്ടത്തില് 7-8 പ്രധാന കുരിശു യുദ്ധങ്ങൾ ഈ കാലഘട്ടത്തിൽ നടന്നു. അപ്പൊ മതപരമായിട്ടുള്ള കാരണങ്ങൾ ഇതിനുണ്ടെങ്കിലും അതിന് പല രാഷ്ട്രീയ, സാമ്പത്തിക, കച്ചവട താല്പര്യങ്ങളൊക്കെ കുരിശു യുദ്ധത്തിന് പിന്നിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.